ഹലോ ഫ്രണ്ട്സ്, ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ആക്റ്റീവ് ടോൺ കൺട്രോളറിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഓപ്പറേഷൻ ആംപ്ലിഫയറിന് ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററുകളോ IC-കളോ ഒന്നും ഇല്ലാതെ ബാസും ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ടുന്നത്. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയത്. ഈ പ്രാവശ്യം നമുക്ക് ഈ ഓപ്പറേഷൻ ആംപ്ലിഫയറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാസ് ട്രബിൾ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതൊക്കെ മുമ്പ് പലരും ചെയ്തിട്ടുള്ള വീഡിയോകളാണ്, പക്ഷേ ഇത് അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു ബാസ് ട്രബിൾ ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന്. ആദ്യം നമുക്കതിൻ്റെ സർക്യൂട്ടിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ബാസ് ട്രബിൾ ബോർഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് മോണോ ഓൺ സൈഡ് ആംപ്ലിഫയർ ആണ്. ഇത് രണ്ടെണ്ണം ചെയ്യുമ്പോഴാണ് സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു BC 548 ട്രാൻസിസ്റ്ററാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേഷൻ ആംപ്ലിഫയർ സെക്ഷനിൽ BC 548 ട്രാൻസിസ്റ്റർ, 3.9K റെസിസ്റ്റൻസ്, 180K റെസിസ്റ്റൻസ്, 33K റെസിസ്റ്റൻസ്, 1K റെസിസ്റ്റൻസ്, 50 MFD, 16 വാൾട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇവിടെയും 50 MFD ആണ്. 50 MFD 25 വോൾട്ട്. ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈഡിൽ 2.2 NF കപ്പാസിറ്റർ രണ്ടെണ്ണം, 100K ലോഗ് കൺട്രോൾ രണ്ടെണ്ണം, 5K 6 റെസിസ്റ്റൻസ് ഒന്ന്, 39K റെസിസ്റ്റൻസ് ഒന്ന്, 4.7K റെസിസ്റ്റൻസ് 2, 39 NF ഒന്ന്, ഒരു 5 MFD 16 വാൾട്ട് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഇത്രയുമാണ് സർക്യൂട്ടിലെ കമ്പോണൻസുകൾ. ഇതിനെ നമുക്ക് വെച്ച് എങ്ങനെ ഒരു പെട്ടെന്നൊരു ബാസ് ട്രബിൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ കോമൺ PCB ബാർ ടൈപ്പ് PCBയിലാണ് നമ്മൾ ബാസ് ട്രബിൾ ബോർഡ് അസംബിൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഓപ്പറേഷൻ ആംപ്ലിഫയർ സൈഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബാസ് ബോർഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഓപ്പറേഷൻ ആംപ്ലിഫയർ സെക്ഷൻ. അതായത് വരുന്ന ബാസ് ബോർഡ് കൺട്രോൾ ചെയ്യുന്ന ബാസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രീ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഇനി സപ്ലൈ കൊടുത്ത് ആംപ്ലിഫയർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിച്ച് നോക്കാം. ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു. ഈ ആംപ്ലിഫയർ കൊടുത്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാസ് ട്രബിൾ. എല്ലാവിധ ടെസ്റ്റുകളും ഇത് ഈ ആംപ്ലിഫയർ വെച്ചാണ് ചെയ്യുന്നത്. ഈ ഉണ്ടാക്കിയ ബാസ് ട്രബിൾ നമുക്ക് ഇപ്പോൾ ഇതിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് വയർ, പോസിറ്റീവ് വയലറ്റും നെഗറ്റീവ് ബ്ലൂ വയറും. ഇത് ബ്ലൂടൂത്തിൻ്റെ ഔട്ട്പുട്ട് ബാസ് ട്രബിളിൻ്റെ ഇൻപുട്ടിലോട്ട്, ബാസ് ട്രബിളിൻ്റെ ഔട്ട്പുട്ട് വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിലോട്ട്. ബാസ് ട്രബിൾ ബോർഡ് കണക്ഷൻ കൺട്രോളെല്ലാം കണക്ട് ചെയ്തു, പവർ സപ്ലൈ കൊടുത്തു, ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓൺ ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബാസിൻ്റെ ബ്ലോക്ക് കറക്റ്റ് വരണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയ ബാസ് ട്രബിൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിപ്പം പെട്ടെന്ന് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് അത്. അതുപോലെ ഇതുപോലെ പി സി ബിയുടെ മുകളിൽ ട്രാൻസിസ്റ്റർ കപ്പാസിറ്ററെല്ലാം റെസിസ്റ്റൻസ് എല്ലാം ഇട്ടതിന് ശേഷം പുറത്ത് ബാക്കിൽ സോൾവ് ചെയ്താൽ കുറച്ചുകൂടി വൃത്തിയായിരിക്കും കാണാൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇത്രയും കൂടെ ചെയ്തെടുക്കാൻ കൂടിപ്പോൾ ഒരു 50 രൂപയ്ക്ക് അകത്തൊക്കെ വരത്തുള്ളൂ. കൺട്രോളും ഇത്രയും കമ്പോണൻസും കൂടെ ഒരു മോണോ ബാസ് ട്രബിൾ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.